പ്രിയപ്പെട്ട നമസ്കാരം. അങ്ങനെ നമ്മുടെ 19ാമത്തെ എപ്പിസോഡാണ് നമ്മുടെ മൂവിയായിട്ട് ബന്ധപ്പെട്ട്. ലൈഫിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് അത്യാവശ്യം ഔഡി പ്ലസിന്റെ 2-3 എപ്പിസോഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെ 20ാമത്തെ എപ്പിസോഡ് കൂടിയിട്ട് ഔഡി പ്ലസിന്റെ കാര്യങ്ങൾ ഏകദേശം പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. മാക്സിമം ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ഔഡി പ്ലസിന്റെ 3ാമത്തെ പാർട്ടിലേക്ക് കിടക്കുകയാണ്. കണ്ടിട്ടില്ലാത്തവർ ഇതിന്റെ മുമ്പിലുള്ള ഏകദേശം 19 എപ്പിസോഡുണ്ട്. സാധാരണപ്പെട്ട ഒരുത്തന്റെ എപ്പിസോഡും ജീവചരിത്രങ്ങളും ഒക്കെ കേൾക്കേണ്ട ഒരു സംഭവം നമുക്കില്ല എങ്കിൽ തന്നെയും തീർച്ചയായിട്ടും അറിയേണ്ടതും പറയേണ്ടതുമായ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം ഒന്നും അറിയാതെ ചാടിയിറങ്ങുന്ന സിനിമ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായി കാണുന്ന അല്ലെങ്കിൽ സിനിമ എന്താണെന്ന് അറിയാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ എനിക്ക് നേരിട്ട കുറച്ച് അനുഭവങ്ങൾ പറഞ്ഞാൽ ഭാവിയിൽ എന്താണ് സിനിമ, എന്തൊക്കെ അപകടങ്ങൾ പതിയിരിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഔഡി പ്ലസിലെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള 3 സ്റ്റേജാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കോവിഡിന്റെ സമയത്ത് ഒരു വലിയ ആശുപത്രിയിൽ ഷൂട്ട് ചെയ്ത റിസ്കുകളാണ്. അതിനുശേഷം ഒരു ട്രെയിൻ യൂണിറ്റ് വെച്ചിട്ട് ഞങ്ങളുടെ ഒരു ഷൂട്ടിംഗ് സെറ്റ് ചെയ്ത ഒരു സംഭവമാണ്. പിന്നീട് അഴീക്കല് ബീച്ചിൽ അവസാനം ക്ലൈമാക്സിലെ ആ റൗണ്ട്, അതായത് വലിയത്തെ ആശുപത്രിയിൽ നിന്നും ഷൂട്ട് ചെയ്ത് ഏകദേശം 1 മണിയായി. ഈ 1 മണിക്ക് ശേഷം ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം അഴീക്കൽ പോയിട്ട് അത് എടുക്കാൻ. അതായത് രാവിലെ പുലർച്ചയ്ക്ക് മുമ്പേ ആ ഷൂട്ട് ഫിനിഷ് ആവണം. അപ്പൊ 2 സീനാണ് കിടക്കുന്നത്. ഏകദേശം 1 മണി സമയമാണ്. പിന്നെ അതേപോലെ നേരിട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ക്യാമറാമാന്റെ ഔഡി പ്ലസ് തുടങ്ങുന്ന സമയത്ത് ഒരു ചെറിയ ഒരു സീക്വൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റപ്പ് പോയ ഒരു സംഭവം. അപ്പൊ അതിനകത്തുണ്ടായ നഷ്ടങ്ങളും മറ്റു കാര്യങ്ങളുമാണ്. അപ്പോൾ മൈ ലൈഫ് മൈ മൂവി. ഞാൻ പറഞ്ഞു ഔഡി പ്ലസിലെ ആദ്യത്തെ 2 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. പാഴായി പോയ ഷൂട്ടായിരുന്നു. അതായത് ബക്കർക്കൊക്കെ കൂടുള്ളപ്പോൾ ഞങ്ങളുടെ കരുനാപ്പള്ളിയിൽ നിന്നുള്ള ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ ചെല്ലേണ്ടത് ചുരുളി എന്ന് പറയുന്ന തുടിയൂർ ഉള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ 2 സൈഡും കായലാണ്. അപ്പൊ അതിന്റെ നടുക്കൂടെ ഒരു റോഡുണ്ട്. അപ്പൊ വൈകുന്നേരം ഒരു പകലെടുക്കേണ്ട സീനാണ്. അപ്പൊ ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ക്യാമറാമാന് ഉച്ചക്കൊന്നും ഫുഡ് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും, കാരണം ഉച്ചയ്ക്കാണ് നമ്മൾ ഷൂട്ട് തുടങ്ങിയത്. കാര്യം ഔഡി കാർ എത്തിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട്. അപ്പോൾ ക്രൂസ് നിപ്പുണ്ട്, ഇത്രയും ആൾക്കാർ നിപ്പുണ്ട്, ക്യാമറമാൻ നിപ്പുണ്ട്. അപ്പം ക്യാമറാമാൻ ഏതായാലും പുതിയകാവ് കലവറ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ വന്നിട്ട് ക്യാമറാമാൻ ആഹാരം കഴിക്കാനിരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരെല്ലാം വിശപ്പ് മാറ്റാനുള്ള ഒരു പരിശ്രമത്തിലാണ്. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇടിയാണ്. കാരണം എന്താണെന്നറിയോ, ഏകദേശം ഒരു മണിക്കൂറേ ഉള്ളൂ. അതായത് 5:30 മണിയായി ഞങ്ങൾ ഈ വൈകുന്നേരം ഷൂട്ട് തീർന്നിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ നിൽക്കുന്നത്. അപ്പം ഇവർക്ക് ഹോട്ടലിൽ കയറണം. അപ്പൊ എന്തായാലും 6 മണിയാവും. 6 മണി കഴിഞ്ഞിട്ട് ഓടി അവിടെ എത്തുമ്പോൾ എന്തായാലും ചിലപ്പോൾ 6:30 6:45 ആവും. അപ്പോഴത്തേക്കും ലൈറ്റ് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നഷ്ടമാണ്. പിറ്റേന്ന് നമുക്ക് ആ ഷൂട്ട് ചെയ്യുന്നതായിട്ട് വരും. അങ്ങനെ പകലെടുക്കേണ്ട ഷൂട്ടാണ്, അതായത് ലൈറ്റ് വെട്ടത്തിൽ എടുക്കേണ്ട ഷൂട്ടാണ്. ഒരു സന്ധ്യാസമയം ആയിക്കഴിഞ്ഞാലും ആ ഒരു ഡേ ലൈറ്റിന്റെ ചെറിയൊരു അംശമെങ്കിലും അവിടെ കാണണം. പക്ഷേ നിർഭാഗ്യവശാൽ ക്യാമറാമാൻ അതിന്റെ ക്രൂസും എല്ലാം കൂടെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. അപ്പോഴത്തേക്കിനും 1/4 മണിക്കൂറോളം പോയി. വണ്ടി ഓടി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കറക്റ്റ് ഇരുട്ടായി. നോയ്സ് അടിക്കാൻ തുടങ്ങി, ക്യാമറയിലെല്ലാം നോയ്സ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മാക്സിമം അപ്പം ഞാൻ ചിന്തിച്ചു, കാര്യം നമ്മൾ ഇത്രയും പേര് സ്ട്രഗിൾ ചെയ്ത് ഇവിടെ നിന്നാലും കുറച്ച് ആൾക്കാർ ആഹാരം കഴിക്കാനുണ്ടെങ്കിൽ ആഹാരം കഴിച്ചിട്ട് മാത്രമേ ചിലപ്പോൾ ഒരു ക്യാമറമാൻ ഷോട്ട് വെക്കുള്ളൂ. പക്ഷെ ഞാനാണെങ്കിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ വർക്കിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളത്. ഡ്രീമും അങ്ങനെയാണ്. പല ആൾക്കാരും ചിലപ്പോൾ ഒരു എന്റർടൈൻമെന്റ്സ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, ചിലരുടെ പാഷൻ ആയിട്ട് വരും. അപ്പൊ ആ പാഷൻ ആയിട്ട് വരുന്നവർക്ക് ഇതൊന്നും തടസ്സമല്ല. ഒരു ക്യാമറാമാൻ എന്ന് പറഞ്ഞാൽ സിനിമോട്ടോഗ്രാഫിയുടെ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ജീവനാണ്. കാര്യം ഒരു സംവിധായകന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് അദ്ദേഹം കേൾക്കുക. നിങ്ങൾ ഏത് സിനിമാക്കാരനെ, നിങ്ങൾ സിനിമ തുടങ്ങുക, ഷോർട്ട് ഫിലിം ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മനസ്സിൽ കിടക്കുന്ന കറക്റ്റ് കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കും. കഥകൾ, ആകാശത്തിലെ പറവുകളുടെ ക്യാമറാമാൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അന്ന് നമ്മുടെ ജിമ്പിൾ ഷോട്ട് ഒന്നും ഇല്ലായിരുന്നു. അന്ന് കപ്പിയിലും കയറിലും ഒരു പിന്നെ കയർ കെട്ടിയിട്ടിട്ട് ക്യാമറ വലിച്ച് മോളി കെട്ടിയിട്ടാണ് കലാഭവൻ മണിയുടെ ഷൂട്ട് എടുക്കുന്നത്. അതേപോലെ ജിമ്പലില്ല, ആ പട്ടിയുമായിട്ടൊക്കെ ഓടുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പൊ അത് അദ്ദേഹം പറയുന്ന കേൾക്കാം, ചാക്ക് 2ആയിട്ട് മടക്കിയിട്ട് 2 കയ്യിൽ പിടിച്ചിട്ടാണ് ആ ഷോട്ട് എടുക്കുന്നത്. പറഞ്ഞ മനസ്സിലായി. അപ്പൊ അത് അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യാനൊരു ആംബിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ടുള്ള പാഷനാണ്. അവിടെ ഭക്ഷണമോ വെള്ളമോ ഒന്നും തടസ്സമല്ല. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങളൊരു സിനിമ ചിത്രീകരിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്യാമറാമാൻ അത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കണം. അതായത് വലിയ കുറെ ഫ്രെയിം എടുത്ത് വെക്കുന്നതല്ല, ആ വർക്കുമായിട്ട് എത്രത്തോളം ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നു, ആ ഷോട്ട് നന്നാവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു എന്ന് നോക്കുമ്പോഴാണ് അവന്റെ ആംബിയർ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത്. നേരെ മറിച്ച് ഇങ്ങോട്ട് വന്ന് പെട്ടെന്ന് വന്ന് എന്താ സംഭവം എന്തുവാ, അത് പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് അവർക്ക് തോന്നുന്നതിന്റെ കൂട്ടൊക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ആ പടം വേറൊരു രീതിയിലേക്ക് ചെന്ന് നിൽക്കും. അപ്പൊ അതുകൊണ്ട് ക്യാമറമാനെ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ ചൂസ് ചെയ്യുക. കാര്യം അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടല്ല, പക്ഷേ 1/2 മണിക്കൂർ നമുക്ക് ടൈം ഉള്ളെങ്കിൽ ആ 1/2 മണിക്കൂർ ഷോട്ട് എടുത്തിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം ഭക്ഷണം. പക്ഷേ 1/2 മണിക്കൂർ നമുക്ക് പിടിച്ചു നിന്നായിരുന്നെങ്കിൽ ആ ഷോട്ട് ഒന്ന് കിട്ടിയിനെ. രണ്ടാമത്
നമുക്കൊരു ആശ്വാസമായാലും പിറ്റേന്ന് ഔഡി കാർ വരേണ്ട സംഭവമില്ല. അങ്ങനെ തന്നെ 6500 രൂപ പിറ്റേന്ന് ഒരു ദിവസം കൂടെ ഓടി വരണമെങ്കിൽ 6500 രൂപ കാറിന് മാത്രമാണ്. പിന്നെ ഇവരുടെ ക്യാമറ ക്രൂസ് ഈ സ്ഥലത്തേക്ക് വീണ്ടും എണ്ണ അടിച്ച് പോകുന്നത്, അങ്ങനെ അത്രയും ക്രൂസിനെ അവിടെ സ്റ്റേ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ ഫുഡ് കൊടുക്കുക, അത് ഭാരിച്ച് അരമണിക്കൂർ നമ്മളൊന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ സക്സസ് ആവുന്ന കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെ കാരണം ലൈറ്റപ്പ് എന്ന് പറയുന്ന ഒരു സാധനം, ഈ ലൈറ്റ് ഡേ ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ആണെങ്കിൽ പോലും അതിനെ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പം മാക്സിമം നമുക്ക് ഈ സൂര്യൻ എന്ന് പറയുന്ന ഈ ലൈറ്റപ്പ് കിട്ടുന്ന ഭാഗം മാക്സിമം ചൂസ് ചെയ്യുക. കാര്യം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ മോശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഡോറിലേക്ക് മാറ്റുക. അതായത് ലൈറ്റ് പോകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റിനകത്ത് എഴുതി വെച്ചിരിക്കുക. പിന്നെ ആ മഴ വന്നാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുറത്തുള്ള ഷൂട്ട് തടസ്സമായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇൻഡോറിൽ, അതായത് റൂമിനകത്ത് ഷൂട്ട് ചെയ്യത്തക്ക സാഹചര്യം, അത് രാത്രിയാണെങ്കിലും അറിയില്ലല്ലോ. റൂമിനകത്താകുമ്പോൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പകലാണോ രാത്രിയാണോ എന്ന് അറിയില്ല. അപ്പോൾ ഇൻഡോറിലേക്ക് മാറ്റി ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് അങ്ങനെയും അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചാർട്ട് ചെയ്യായിരുന്നു. പക്ഷേ ചാർട്ട് ചെയ്യാന്ന് വെച്ചാൽ 2 ദിവസം ഷൂട്ടാണ് ആദ്യം പ്ലാൻ ചെയ്തത്, ഒരു ട്രെയിലർ പോലെ ഒന്ന് തുടക്കമിട്ടതാണ്. അപ്പൊ അതിന്റെ ഒരു കാറ് വന്ന് നടക്കുമ്പോൾ അതിന്റെ ബാലൻസ് ആണ് എനിക്ക് എടുക്കാനുള്ളത്. അപ്പൊ എനിക്ക് വേറൊരു ചാർട്ടിങ്ങിലേക്ക് പോകാൻ പറ്റാത്തതിന്റെ പേരിലാണ്, അല്ലാതെ അറിയാത്തത് കൊണ്ടല്ലായിരുന്നു അന്ന്. അപ്പോൾ അതാണ് ഷൂട്ടിന്റെയും നമ്മുടെ ഭക്ഷണത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും പാഷന്റെയും സിനിമോട്ടോഗ്രാഫിയുടെ കാര്യങ്ങളും സൺലൈറ്റിന്റെ കാര്യങ്ങളും ഞാനിപ്പോൾ പറഞ്ഞു. ഈ ഒരു ചെറിയൊരു വിഷയത്തിൽ കൂടി 4 കാര്യങ്ങൾ 5 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് സ്ട്രക്ചർ തന്നിട്ടുണ്ട് അതിന്റെ സീരിയസ് മനസ്സിലാക്കാൻ വേണ്ടി. ഇനി നമുക്ക് പറയേണ്ടത് വലിയ ആശുപത്രിയിൽ ഞാൻ ഷൂട്ട് ചെയ്യണം. വലിയ ആശുപത്രിയിൽ ഷൂട്ട് ചെയ്യേണ്ടത് ഔഡി പ്ലസിന്റെ ക്ലൈമാക്സ് റൗണ്ടാണ്. കാര്യം അവിടെ ഷൂട്ട് ചെയ്യേണ്ട ഒരു സംഭവം 4 സീക്വൻസ് ആണ്. 4 സീക്വൻസ് എന്ന് വെച്ചാൽ പിന്നെ 4 സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 5-6 കൂട്ടുകാർ, ഈ കൂട്ടുകാരിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഹാസ്യ നടനായുള്ള ചാർലി എന്ന് പറയുന്ന ഒരു പയ്യനെ അക്രമയുടെ കയ്യിൽ നിന്നും വെട്ടേക്കുകയും അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും, കൂട്ടുകാർ ബെൻഹർ എന്ന് പറഞ്ഞ മറ്റൊരു കഥാപാത്രമുണ്ട്, അദ്ദേഹത്തിന്റെ കാലിൽ കൂടി വണ്ടി കയറിയിട്ട് ഇവരെ രണ്ടുപേരെയും കൂട്ടുകാർ എടുത്തുകൊണ്ട് വരുന്ന ഒരു സീക്വൻസ് ആണ് വലിയ ആശുപത്രിയിൽ വെച്ച് ചെയ്യാനുള്ളത്. ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ പെർമിഷൻ ചോദിച്ചിരുന്നു, മാനേജർ തരാമെന്ന് പറഞ്ഞു, തന്നില്ല. സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാല് പിടിച്ചു എങ്ങനെയെങ്കിലും വന്നു. കാരണം പോലീസിന്റെ ജീപ്പ് അവിടെ കിടക്കുകയാണ്. പിന്നീട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മീഡിയ വരും, അതായത് ഈ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മീഡിയ വന്നിട്ട് പോലീസുകാർക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ ആ സീന് ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഈ ആക്സിഡന്റ് ആയി ഈ 2 പേരെ കൊണ്ടുവരുന്ന സ്ട്രെച്ചറിൽ കയറ്റി അകത്തോട്ട് ഐസിയുവിൽ കയറ്റുന്ന ഒരു സീക്വൻസ് ആണ് ഒന്ന്. അത് വളരെ സീരിയസ് ആണ്, നിങ്ങൾ ആലോചിക്കുക. രണ്ടാമത്തെ ഒരു സീക്വൻസ് ഇതിനെ ചൊല്ലി പോലീസുകാർ വലിയ ആശുപത്രിയിൽ രാത്രിയിൽ എത്തണം, ആ സീൻ ഷൂട്ട് ചെയ്യണം. പിന്നീട് മാധ്യമക്കാർ വന്ന് SIയുടെ റിപ്പോർട്ട് എടുക്കുന്ന ഒരു സംഭവം, അത് ഷൂട്ട് ചെയ്യണം. അതിനുശേഷം ഈ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഈ ചാർലി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പയ്യന്റെ, ആ ആക്ടറിന്റെ അച്ഛൻ ആ ആശുപത്രിയിലേക്ക് വരണം. അപ്പോൾ ഇത്രയും സീനുകളും ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പോർഷൻസുമാണ് വലിയത്ത് ആശുപത്രിയിൽ വെച്ച് ചെയ്തത്. അതും ഏകദേശം 1 മണിക്കൂറിന് ഉള്ളിലാണ് ഇത്രയും സീനുകൾ ചെയ്യുന്നത്. കാര്യം കോവിഡ് ആയതിന്റെ പേരിൽ അവർ 1/2 മണിക്കൂർ സമയമാണ് അനുവദിച്ചത്. അത് അകത്തോട്ടൊന്നും കയറത്തില്ല എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇത്രയും സീനുകൾ എടുക്കേണ്ടി വന്നു. കാരണം ഞാൻ ക്യാമറാമാൻ വിജയണ്ണനായിരുന്നു, വിജു പോത്തങ്കോടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എനിക്ക് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചുമ്മാ നിങ്ങൾ തൂക്കിയിട്ടുണ്ടെങ്കിൽ നടക്കുക, അതായത് ചുമ്മാ പിടിച്ചോണ്ടെങ്കിൽ നടക്കുക, കിട്ടുന്നത് കിട്ടട്ടെ. കാര്യം അത്രയും എമർജൻസി ആയിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം കട്ട് ചെയ്തെങ്കിലും എടുക്കാമല്ലോ. ഫോക്കസും ലൈറ്റും മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ജെർക്കിംഗ് ആണെങ്കിലും കുഴപ്പമില്ല, സ്റ്റെബിലേഷനൊക്കെ ചെയ്തിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ബിജോണ്ണൊരു എത്തും പിടിയും കിട്ടുന്നില്ല. കാര്യം ഇത്രയും സീനുകൾ കിടപ്പുണ്ട്. ഏകദേശം ഒരു ദിവസം മാക്സിമം ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യേണ്ട സീനുകളാണ് 1/2 മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ടി വന്നത്. അവസാനം ഞാൻ GK ഹീറോ, നമ്മുടെ GK ഉണ്ട് വിനോദ്, ഫിറോസ് എന്ന് പറഞ്ഞ കഥാപാത്രം, അദ്ദേഹത്തിന്റെ ഒരു 8K റെസൊല്യൂഷൻ ഉള്ള കൂടിയ ഫോണാണ്. പുള്ളി മൊബൈൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയതിന്റെ പേരിൽ എപ്പോഴും റിച്ച് ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ആ ഫോൺ ഞാൻ പറഞ്ഞു. അങ്ങനെ ആ ഫോൺ എടുത്തിട്ടാണ് ഞാൻ കുറെ സാധനങ്ങൾ ഞാനാണ് സാധനം ഷൂട്ട് ചെയ്തത്. നിങ്ങൾക്കറിയാം അവിടെ നിന്ന് പോലീസ് ജീപ്പ് വരുന്നതും SI കയറി പോകുന്നതും അതേപോലുള്ള കുറെ സീനുകൾ പടപടാന്ന് പറഞ്ഞ് മൊബൈലിനകത്ത് എനിക്ക് എടുക്കാൻ പറ്റി. കാര്യം എനിക്ക് ക്യാമറാമാൻ എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയില്ല. ഇങ്ങനെ ചെയ്യുന്ന ആക്ടറിന്റെ എനിക്ക് പറഞ്ഞ് അപ്പോഴേ സാധനം എടുത്ത് മാറ്റുകയാണ്. അങ്ങനെ അവിടുന്ന് സാധനം ഒരു 3/4 മണിക്കൂറിനുള്ളിൽ ഇത്രയും ഷൂട്ട് കഴിഞ്ഞ് പ്രമോദ്, തീർച്ചയായിട്ടും പ്രമോദ് എന്ന് പറഞ്ഞ ഒരു SI ഉണ്ടായിരുന്നു അതിനകത്ത്, നമ്മുടെ കായംകുളംകാരനാണ് അദ്ദേഹം. വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ് കാര്യം ഈ സിനിമയെ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. പിന്നീട് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും കുറെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ പുള്ളി ഇച്ചിരി അകൽച്ചയാണെങ്കിലും അദ്ദേഹം ആ ഒരു കഥാപാത്രം എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 4-5 ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുന്നേ മേടിച്ചു. കഥാപാത്രം എന്തൊക്കെയാണ് ഞാൻ പറയേണ്ടത്, അല്ലെങ്കിൽ മാധ്യമത്തിന് കൊടുക്കേണ്ട ഇന്റർവ്യൂസിൽ എന്തൊക്കെയാണ് റിപ്ലൈകൾ പറയേണ്ടത് എന്ന് എൻ്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിയതിനു ശേഷം അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പൊ അവരുടെ ഭാഗത്തു നിന്നും അത് വെരിഫിക്കേഷൻ ചെയ്ത് അത് പറയേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഏകദേശം എനിക്ക് തോന്നുന്നു 3 ടേക്കിനുള്ളിൽ സംഗതി ഓക്കെ ആയി. കാര്യം അത്രയും വലിയൊരു കണ്ടന്റ് ആയിരുന്നു. പക്ഷെ അതെല്ലാം പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞെടുത്തു എന്നുള്ളത് വളരെ ഒരു അനുഗ്രഹമാണ്. അതല്ലായിരുന്നെങ്കിൽ ചീറ്റ് ചെയ്യാനും, കാര്യം ഒന്നേ ബാക്കിൽ ഷോട്ട് വെക്കേണ്ടി വന്നേനെ. കാര്യം ലിപ് മൂവ്മെന്റ് കറക്റ്റ് ആവത്തില്ല. അപ്പൊ അതുകൊണ്ട് ബാക്കിൽ ഷോട്ട് ചെയ്യുക, ചീറ്റിംഗ് ഷോട്ട് ചെയ്യേണ്ടി വന്നേനെ. ഇനി അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. കാര്യം ടോപ്പിലും ബാക്ക്ഗ്രൗണ്ടും ആങ്കറിന്റെ മുഖമൊക്കെ എടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് മാറ്റും. അങ്ങനെ അവിടുന്ന് ബൈ പറഞ്ഞു ഇറങ്ങി. അതിനുശേഷം പോലീസ് ജീപ്പ് വീണ്ടും അവസാനം ക്ലൈമാക്സ് റൗണ്ട് അഴീക്കലാണ്, ഞങ്ങളുടെ നാട്ടിൻ പുറത്ത്
അഴീക്കൽ ബീച്ച് എന്ന് പറയുന്ന ഒരു ഭാഗം, പ്രശസ്തമായ ഒരു ഭാഗമാണ്. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ജനറേറ്റർ ഒക്കെ കിടക്കുക, കാര്യം ലൈറ്റപ്പ് വേണമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, വണ്ടികളും കാര്യങ്ങളൊക്കെ ഇട്ടു. ഞങ്ങൾ അത്യാവശ്യം മഴ പെയ്ത് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും ബെൻഹർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ വണ്ടിയൊക്കെ ഇടിക്കുമ്പോൾ അവിടെ ചെളി വെള്ളമാണ്. പാവം പിടിച്ചവൻ ആ ഇടിച്ച് തെറിപ്പിക്കുമ്പോൾ ഈ ചെളിവെള്ളത്തിനകത്തോട്ട് അതിനകത്തൊക്കെ കിടന്ന് ഉരുണ്ട് അങ്ങനെ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് എടുത്ത ഒരു വിഷ്വൽസ് ആണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഫൈസലിക്കൊക്കെ ഞങ്ങളെ അവസാനത്തെ റോളിലാണ് ഞങ്ങൾ കാണുന്നത്. ആദ്യം ഞങ്ങളൊരു വാട്ടർ ഫോഴ്സ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വാട്ടർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ വലിയഴീക്കൽ ബീച്ചിൽ എടുക്കുന്ന അതേ സീൻ ഇതിന് മുന്നായിട്ട് ഞങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഞങ്ങളുടെ സീൻ ചീറ്റിപ്പോയി. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾ ഈ വാട്ടർ അതോറിറ്റി ഞാൻ അതിലേക്കൂടെ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ മഴ പെയ്യിപ്പിക്കുന്ന സീൻ കിടപ്പുള്ളതിന്റെ പേരിൽ ഈ കുടിവെള്ള പദ്ധതിയുടെ നമ്മുടെ ഈ ടാങ്കിന്റെ മണ്ടയ്ക്ക് പേര് എഴുതി വെച്ചേക്കും. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം കോൾ ചെയ്തു. അദ്ദേഹം 6000 രൂപ എങ്ങാണ്ടായിരുന്നു ബില്ലിട്ടത്. അങ്ങനെ അവിടം വരെ വന്ന് കിടന്നു. വെളുപ്പാങ്കാലം ആയപ്പോൾ ഞങ്ങളുടെ ഈ 6000 രൂപയെ ഉള്ളൂ കൊടുക്കാൻ. പക്ഷേ പിന്നീട് പുള്ളി വെളുപ്പാങ്കാലം വരെ ആയി എന്ന് പറഞ്ഞിട്ട് ഒരു 1000 രൂപയും കൂടെ അഡീഷണൽ ചോദിച്ചപ്പോൾ അത് കൊടുക്കാനില്ല. അങ്ങനെ പുള്ളിക്കാരൻ അവിടെ കിടന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾക്ക് അത്രയും റിസ്ക് എടുത്ത് വെള്ളനാവൃത്ത് ചെന്നപ്പോൾ അവിടെ ഈ ഷൂട്ടിംഗ് ഒക്കെ ആയപ്പോൾ അവിടുന്ന് പോലീസുകാർ വന്നു. കാര്യം രാത്രിയിൽ എന്താണ് ഇത്രയും നോയ്സ്, നിങ്ങൾ പെർമിഷൻ എടുക്കാനാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു സാറേ, ഇത് കടലോരമാണ്, ഇത് അങ്ങനെ ഷൂട്ടിങ്ങിന് എന്തെങ്കിലും പെർമിഷൻ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതി വെക്കണം. നമ്മൾ ഈ കടലോരം ആയതിന്റെ പേരിൽ നമ്മൾ ഷൂട്ട് ചെയ്തു. പിന്നെ പോലീസിന്റെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതല്ല, അവർക്ക് കമ്പനിയുടെ പെർമിഷൻ കൊടുക്കണം. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അന്ന് അവിടെ എടുത്ത ഷൂട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാര്യം നോയ്സുകളോ അങ്ങനെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളായി ആ ദിവസം ഷൂട്ട് ചെയ്ത അത്രയും. കാര്യം രാത്രി ഒരു 6 മണി മുതൽ സ്റ്റാർട്ട് ചെയ്ത സാധനം സെറ്റിൽ എല്ലാവരും വന്നു. പക്ഷേ നമ്മുടെ ഷൂട്ട് തുടങ്ങുന്ന ഏകദേശം രാത്രി 12 മണിക്കാണ്. ഈ 12 മണി മുതൽ വെളുപ്പാങ്കാലം വരെ ആ മഴയത്ത്, അതായത് ഈ ട്രെയിൻ എഫക്ട് ഇങ്ങനെ അടിക്കുമ്പോൾ അതിന്റെ ഷൂട്ടാണ് നടക്കുന്നത്. ദേഹം മൊത്തവും നനഞ്ഞ് ഒരു വല്ലാത്ത സിറ്റുവേഷനിലായിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ വെള്ളം അടിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് മാത്രം മഴ വീഴും, മറുഭാഗത്ത് മഴയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സീനൊക്കെ പക്ക വേസ്റ്റ് ആയി പോയി. കാരണം എനിക്കന്ന് മോണിറ്റർ നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. ആകപ്പാട് ക്യാമറാമാന്റെ ചെറിയൊരു ഇതിനകത്ത് മാത്രം, അതിനകത്ത് എനിക്കൊന്ന് നനയുന്നുണ്ട്, കിടുങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് ഫ്രെയിം കാണാനൊക്കുന്നില്ല. ഏറ്റവും ലാസ്റ്റ് ഔട്ടൊക്കെ വന്നപ്പോൾ കാണാം കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ജിബിന്, അതിന്റെ പുറകിൽ ഇറങ്ങി വരുന്ന ഫൈസലിക്കാർ നോക്കിയപ്പോൾ ഒടിഞ്ഞ കുടയൊക്കെ കൊണ്ടാണ് വരുന്നത്. അപ്പൊ തന്നെ ഞാനത് കണ്ടില്ല, പറഞ്ഞു മനസ്സിലായി, ഫ്രെയിമിനകത്ത് കണ്ടില്ല. പക്ഷെ ഔട്ട് വന്നപ്പോഴത്തേക്കിനും ഒടിഞ്ഞ കുടയൊക്കെ ആയിട്ട് വന്നു. ചീറ്റ് ഇതായി പോയി, ബോറായി പോയി. രണ്ടാമത് നോക്കിയപ്പോൾ പിന്നീടുള്ള സീനകത്തൊക്കെ നോക്കിയപ്പോൾ കാണാം മഴ, ഒരു സ്ഥലത്ത് ഭയങ്കര മഴ, അപ്പുറവും ഇപ്പുറവും ഒന്നും മഴയില്ല. ആ സീനൊക്കെ എടുത്ത് സിനിമയ്ക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ആൾക്കാർ ട്രോളും. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ. അതുകൊണ്ട് ആ സീൻ മൊത്തം റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അതായത് ഈ വലിയഴീക്കൽ ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും പോയി ഞങ്ങൾ ഇവിടെ, അതായത് നമ്മുടെ വലിയഴീക്കൽ ഷൂട്ട് ചെയ്തു. അന്ന് ആദ്യമായിട്ട് കുറച്ച് റെയിൻ എഫക്റ്റ് ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ വലിയ കാര്യത്തിൽ ഒരു പമ്പെടുത്ത് ഈ കായലിനകത്തോട്ട് കെട്ടി ഇറക്കി വെള്ളം അടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കായലിനകത്തോട്ട് ഈ സാധനം പമ്പ് വലിച്ചെറിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ നിന്നുള്ള ചെളിയും ചേറും എല്ലാം കൂടാണ് പിന്നീട് ഇതിനകത്ത് വരുന്നത്. ഈ പിന്നെ ഏതാണ് ഈ ഓസിനകത്തൂടെ വരുന്നത്. അപ്പൊ ഞങ്ങൾ ലാസ്റ്റ് ഈ വെള്ളം ചൊറിയുന്നു എന്നൊക്കെ ആർട്ടിസ്റ്റുകൾ പറഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ എന്തായാലും മഴയുടെ ആ ഒരു സിറ്റുവേഷൻ അവിടെ ഉപേക്ഷിച്ചു. കാര്യം മഴ വേണ്ട, അതല്ലാതെ ഷൂട്ട് ചെയ്യാം. അതിനുശേഷം ചെറിയ ചാറ്റൽ മഴയും അല്ലെങ്കിൽ നേരത്തെ മഴ പെയ്തിരുന്ന ഏരിയ ആയിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഉപകാരപ്പെട്ടു. അപ്പൊ അങ്ങനെ ഞങ്ങൾ അമ്പാടി പാലക്കാടുള്ള ഒരു അമ്പാടി എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. അദ്ദേഹമൊക്കെ സിനിമയ്ക്ക് ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ വെറും പാവപ്പിടിച്ച ഒരു ഓട്ടോക്കാരനാണ്. അപ്പൊ എന്തായാലും അതിനകത്തും ചെറുതായിട്ട് അദ്ദേഹത്തിനെ ഒന്ന് മുഖം കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ രണ്ട് സീക്വൻസും വളരെ സ്ട്രഗിൾ ചെയ്ത് എടുത്ത ഒരു സംഭവമാണ്. അപ്പൊ ഈ ആയിരുന്നെങ്കിൽ തന്നെ ഇട്ട് ചെയ്യേണ്ടത് 3 വിഷയമാണ്. അതായത് ഒന്ന്, ക്ലൈമാക്സിൽ ഒരു സ്റ്റണ്ട് നടത്തുക. അതിനുശേഷം ഈ വിഗ്രഹം പാസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതായത് ഈ വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് GK ടീമുകൾക്കും കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ. അവസാനം GK ഈ വിഗ്രഹമൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർ വരികയും അവിടുന്ന് വണ്ടി ചേസ് ചെയ്ത് വേറെ ട്രാക്കിലേക്ക് പോവുകയും പിന്നെ ഈ പോലീസ് ജീപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു സംഭവമൊക്കെ അവിടെ ആയിരുന്നെങ്കിൽ ഭാഗത്ത് ഇട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ അപ്പോഴും പ്രശ്നമാണ്. കാര്യം വെളുപ്പാങ്കാലം ബ്ലൂ ലൈറ്റ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അതായത് നമുക്ക് ഫ്രെയിമിനകത്ത് കാണാം. അപ്പോഴും നമ്മൾ നെഞ്ചിരിക്കുക, എത്രയും പെട്ടെന്ന് എടുത്ത് തീർക്കണം. കാര്യം പകലായി കഴിഞ്ഞാൽ പിന്നെ പോയി, മൊത്തം കണ്ടിന്യൂറ്റി അടിക്കും. അപ്പൊ അതിന്റെ പേരിൽ എങ്ങനെയെങ്കിലും ആ രാത്രിയിൽ ശ്വാസം പിടിച്ചിട്ടാണ് അവിടെ പ്ലസിലെ ആ ഒരു സീക്വൻസ് തീർക്കുന്നത്. കാര്യം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അത്രയും വലിയൊരു എക്സ്പീരിയൻസ്. അപ്പോഴും ഫൈസലൊക്കെ എൻ്റെ കൂടെ അവസാന സമയത്തായിരുന്നു വന്നത് കേട്ടോ. കാര്യം മട്ടാഞ്ചേരിയിലുള്ള കാലിന് ശകലം സുഖമില്ലെങ്കിലും സിനിമയെ ഒരുപാട് മോഹിക്കുന്ന ഒരാളാണ്. ഒരുപാട് നാളുണ്ട്. എന്തായാലും അദ്ദേഹത്തിനെ അതിനകത്ത് ആഡ് ചെയ്തു. എനിക്ക് കോളനിയിൽ ഒരുപാട് ഹെൽപ്പുകൾ, കാര്യം കോളനി ഉണ്ടാവാൻ തന്നെ കാരണം ഒരു പക്ഷേ ഫൈസലിക്കായിരിക്കും. ഫൈസലിക്കാണ് മാക്സിമം ആ സിനിമയ്ക്ക് വേണ്ട ഒരു 50% ഹെൽപ്പുകൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും പുള്ളി അതിനകത്ത് ആഡ് ചെയ്തു. പിറ്റേന്ന് കോളനിയിൽ ആ ഒരു സഹകരണം കൊണ്ട് പുള്ളിക്ക് ഹർഷാദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഒരു വ്യത്യസ്തമായ ഒരു ഫണ്ണി കഥാപാത്രം തന്നെ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പം അങ്ങനെ ആ രണ്ടാമത്തെ സീനുകളും എടുത്തു. ഞങ്ങൾ അവിടെ നിന്നും യാത്രയായി. ഇപ്പോഴും വെളുപ്പാങ്കാലം ആയപ്പോഴത്തേക്കിന് പോലീസ് ജീപ്പ് കിടപ്പുണ്ട്. അപ്പൊ അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റ് ഒരു മനുഷ്യനാണ്. തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിന്റെ പേര് ഞാനും മറന്നുപോയെങ്കിലും ഞങ്ങളുടെ പോലീസ് ജീപ്പ് എല്ലാം അവിടെ നിന്നാണ് വരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 6000 രൂപ പ്ലസ് 6500 രൂപ ഒക്കെയാണ്. കാര്യം എണ്ണയും വണ്ടിയും
സ്റ്റിക്കറും ലൈസൻസും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം തന്നെ ഡ്രൈവറായിട്ട് ഇരിക്കുകയും ചെയ്യും. ഒരു കാക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ കാണും. അപ്പൊ അങ്ങനെ നമ്മൾ ബാക്കി ഒരു പോലീസുകാരെയും മറ്റു കാര്യങ്ങളും വിട്ടാൽ മതി. എല്ലാ സംഭവവും അവിടെയുണ്ട്. പക്ഷേ അതേപോലെ തന്നെ പോലീസ് ജീപ്പ് നമ്മൾ പുറത്തുനിന്ന് ഇപ്പം ഇങ്ങനെ ഒരു എപ്പിസോഡ് പറയുകയാണെങ്കിൽ ഒരു പോലീസ് ജീപ്പ് നമ്മളെടുത്ത് ഒരു ബൊലീറോ എടുത്ത് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളെടുത്ത തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അത് ഇൻഫോം ചെയ്യണം. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ വണ്ടി നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന ഭാഗത്ത് ഇന്ന സാധനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നു, അതിനുള്ള പെർമിഷൻ അല്ലെങ്കിൽ ഞങ്ങൾ അതിന് റിക്വസ്റ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് അവരെ അറിയിക്കണം. കാരണം ഞങ്ങളുടെ അവിടെ പ്ലസ് തുടങ്ങുന്ന സമയത്ത് പർദ്ദയൊക്കെ ഇട്ട് കന്നേറ്റി പാലത്തിനടിയിൽ ഞങ്ങൾ ഇതേപോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോവിഡിന്റെ ടൈമാണ്. നേരെ വന്നിട്ട് ആരാണ്ട് കന്നേറ്റി പള്ളിയിലുള്ള ആരാണ്ട് ഒറ്റ കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ ഒറ്റ കൊടുത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, ഇവിടെ കുറെ ആൾമാറാട്ടം നിൽക്കുന്നു, പർദ്ദ ഇട്ടുകൊണ്ട് നിൽക്കുന്നു, അതേപോലെ തന്നെ മുടി വളർത്തിയവരും താടി വളർത്തിയവരും ഒക്കെയാണ്, എന്തോ വശപ്പശമാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോലീസുകാർ വന്നു. പോലീസുകാർ ഞാനിപ്പം എവിടെ പോയിരുന്നേ ലൊക്കേഷൻ നോക്കാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കിനും ഇവിടെ എനിക്ക് കോൾ വന്നു. പെട്ടെന്ന് പോലീസ് ജീപ്പിൽ എല്ലാവരും കയറി ഇവരുടെ വണ്ടി ഫുൾ എടുത്ത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അങ്ങനെ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴത്തേക്കിനും ക്യാമറയൊക്കെ എടുത്ത് മാറ്റി. കാര്യം ക്യാമറ കിട്ടിയില്ലെങ്കിൽ വല്ലോണ്ട് ക്യാമറ ഹെലിക്യാമും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊരു പെർമിഷൻ തന്നായിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് പെർമിഷൻ തരാതിരുന്നത്, പെർമിഷൻ ചോദിക്കാതിരുന്നത് എന്ന് ചോദിച്ചു. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു കുറ്റമാണ്. കാര്യം ഏത് ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. എവിടെന്നെങ്കിലും പൈസ കിട്ടുക, എല്ലാവരും ഒരു സിറ്റുവേഷൻ എല്ലാവരും ഓക്കെ ആയി വന്നു കഴിഞ്ഞാൽ ഡേറ്റ് അറിയാൻ പറ്റത്തില്ല. ആരും മറ്റന്നാളെന്ന് വെച്ചാൽ മറ്റന്നാൾ പെട്ടെന്ന് അങ്ങ് തീരുമാനം എടുക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. കുറച്ച് ഭാഗങ്ങളല്ലേ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ സീരിയസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പം ഇതേപോലുള്ള ഇഷ്യൂസ് വരുന്ന ഒരു സംഭവം, ഒരു മനുഷ്യനെ ആക്രമിക്കുക അല്ലെങ്കിൽ ഒരു ട്രാവൽ, അതായത് ഒരു വണ്ടി ബ്ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഗതാഗതം സ്തംഭിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളുള്ള സ്ഫോടനം അതേപോലെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ, ഇതേപോലെ ആൾമാറാട്ടമുള്ള സംഭവങ്ങൾ, ഒരു ശാന്തമായ സ്ഥലങ്ങളിൽ നമ്മൾ കൂട്ടം കൂടി എന്തെങ്കിലും ചെയ്യുന്ന സംഭവങ്ങളാണെങ്കിൽ, ക്രൗഡ് വരുന്ന സംഭവങ്ങളാണെങ്കിൽ തന്നെ ഇതൊക്കെ തന്നെയും തീർച്ചയായിട്ടും ഷൂട്ടിങ്ങിന് എപ്പോഴും നിങ്ങളൊരു തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ അതിന്റെ റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കണം. കാരണം എന്തെങ്കിലും ഒരു വള്ളി വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്കാണ് അത് ബാധിക്കുന്നത്. കാര്യം നിങ്ങളൊരു പ്രോസസ്സ് തുടങ്ങിയിട്ട് എന്തുകൊണ്ട് അറിയിച്ചില്ല, നമ്മളുടെ ദൗത്യമാണ് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ലാസ്റ്റ് അവിടെ പോയി പെറ്റിയൊക്കെ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് ചെയ്യുന്ന ഈ പരിപാടിയാണ്, എന്തായാലും എറണാകുളം സ്റ്റേഷനിൽ നിന്ന് അന്ന് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു വാണിംഗ് ഒക്കെ തന്നിട്ട് ഞങ്ങളെ വിട്ടു. ഒന്നാമത് കോവിഡിന്റെ സമയം കൂടെ ആയതുകൊണ്ടാണ് അത്രയും സ്ട്രിക്റ്റ് ആയത്. അപ്പോൾ അങ്ങനെ 2-3-4 അനുഭവങ്ങളായിരുന്നു ഈ ഔഡി പ്ലസിനകത്ത് തന്നെ ഉള്ളത്. പിന്നീട് പല ആർട്ടിസ്റ്റുകളും ഇതിനകത്ത് കുറെ ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ശത്രുക്കളെല്ലാം ഈ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള ആൾക്കാരെ കുത്തിത്തിരിക്കാൻ നോക്കുമായിരുന്നു. കാര്യം അവർക്ക് അവസരം കൊടുത്തില്ല, ഇവർ മാക്സിമം ഒന്ന് കുത്തിത്തിരിക്കാനൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് വെച്ച് 2-3-4 ആൾക്കാർ തെറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനുമായിട്ട് തെറ്റി. കാരണം ഷൂട്ട് ഇങ്ങനെ വലിഞ്ഞ് 2 വർഷത്തിലേക്ക് പോവുകയാണ്. അപ്പം താടി പഠിക്കാനും മീശ പഠിക്കാനും ഒന്നും നോക്കാത്ത ഒരു സിറ്റുവേഷനിൽ 2-3-4 ആൾക്കാർ ഞാനുമായിട്ട് തെറ്റി. അപ്പോൾ തെറ്റിയപ്പോൾ ലാസ്റ്റ് 2 മണിക്ക് ഷൂട്ടിന് വരുന്നതെന്ന് പറയുമ്പോൾ പിന്നീട് ഇവർ വരുന്നത് വൈകുന്നേരം 4 മണി 5 മണി സമയത്താണ്, ലൈറ്റ് പോകാറാകുന്ന സമയത്താണ്. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ളവരുടെ ഷൂട്ട് നടക്കും, അതുമില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് അന്നത്തെ പൈസ ഒന്നാമത് ഇല്ലാത്തതാണ്. അപ്പോൾ ആ പൈസ എങ്ങനെങ്കിലും ആരെങ്കിലും ഷെയർ ചെയ്ത് തന്നിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ സിനിമയിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് പറയാമല്ലോ. കാര്യം നിങ്ങൾക്കൊക്കെ അത്യാവശ്യം അറിയാനും പഠിക്കാനും അല്ലെങ്കിൽ ഒരു പാഠമാകും സിനിമ എത്രത്തോളം അപകടം നിറഞ്ഞതാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളത്. എന്തായാലും ഇന്നും നമ്മുടെ ഔഡി പ്ലസിന്റെ കഥ അങ്ങോട്ട് തീരും എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ വലിയ ആശുപത്രിയും ക്ലൈമാക്സ് റൗണ്ടും അതേപോലെ സൺലൈറ്റ് താന്നു പോയൊരു സംഭവവും, ആൾമാറാട്ടം നടത്തി അല്ലെങ്കിൽ മുടിയും താടിയൊക്കെ വളർത്തി പോലീസ് പെർമിഷൻ ഇല്ലാതെ പോലീസ് ജീപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷൂട്ടുകളോ നടത്തിക്കൂടാ എന്ന് പറയുന്ന ഒരു 3-4 കണ്ടന്റുകൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി എന്തോ ഒരു കാര്യം പറയണമെന്നോ ഉണ്ടായിരുന്നു, പക്ഷെ അത് മനസ്സിലേക്ക് കൂടി വരുന്നില്ല. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഒരു സിനിമയിൽ അത്യാവശ്യം എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഔഡി പ്ലസിൽ നിന്നുണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ അഥവാ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെർമിഷൻ്റെയും അതേപോലെ തന്നെ ക്യാമറാമാനെയും അതേപോലെ തന്നെ കാലാവസ്ഥയും ഒക്കെ മാക്സിമം ശ്രദ്ധിക്കുക. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസായിട്ടാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡ് കൊണ്ട് നമുക്ക് ഔഡി പ്ലസ് തൽക്കാലം നിർത്താം. കാര്യം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അവസാനം ഔഡി പ്ലസിന്റെ എന്തായാലും അതിന്റെ എഡിറ്റിംഗ് പ്രോസസ്സും അതിന്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ ചെയ്തു, എങ്ങനെ ചെയ്തു, പിന്നെ അതിനകത്തുനിന്ന് ഇൻകം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, എന്താണ് അതുകൊണ്ടുണ്ടായ ഗുണം, ഇത്രയും കാര്യങ്ങളാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും ഗുഡ് ബൈ.